ഓൾ, ധ്വനി കുക്ക് ആൻഡ് ട്രിപ്പിന്റെ ആദ്യത്തെ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബനാന വെർമിസെല്ലി പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. സോ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ: ഒരു പാക്കറ്റ് വെർമിസെല്ലി എടുക്കുക, പിന്നെ പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കുക. ഞാൻ ഇവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ വെർമിസെല്ലി, അതായത് സേമിയനെ നമുക്ക് പൊട്ടിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു ബ്രൗണിഷ്, ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ വരുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് മുമ്പേ നമുക്ക് ചെറിയ ചെറിയ പീസുകളായി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അത് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്താൽ മതി. നമ്മൾ പായസമൊക്കെ വെക്കില്ലേ, സേമിയ പായസം, അതുപോലെ അത്രയും വലുപ്പത്തിൽ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ഗീ ഇടാം. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ പൊട്ടിച്ച് വെച്ച സേമിയനെ അതിലിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുന്നവരെ നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ശ്രദ്ധിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഇത് വെന്ത് കഴിയുന്ന സമയത്ത് ഇത് ശരിക്കും ഇങ്ങനെ ബെൻഡായി കിട്ടും. അത് ചെറിയൊരു വേവ് ആവുന്ന സമയത്ത് നമുക്ക് അതിനെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നേന്ത്രപ്പഴം എടുത്തത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിവിടെ 2 3 അതിൽ കൂടുതലോ നേന്ത്രപ്പഴം എടുക്കാം. എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റിയിൽ നേന്ത്രപ്പഴം എടുത്ത് അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ഗീ, ഇവിടെ ഓയിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഗീ തന്നെയാണ്. ഗീയിൽ ഈ പഴത്തിനെല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ പുഡിങ്ങിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. സ്വീറ്റ് ആയിരിക്കും, ഇത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഓക്കെ, നമ്മൾ ഈ സേമിയനെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പഴം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ റോസ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ആ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ സേമിയനെ ഇതുപോലെ കുഴഞ്ഞ് കിട്ടണം. ആ കുഴഞ്ഞ സേമിയനെ നമുക്കിതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് സെറ്റ് ആവുന്നവരെ നമുക്കൊന്ന് അടുപ്പ് ഓഫ് ചെയ്യാതെ അതിലൊന്ന് സെറ്റ് ആവാൻ വെക്കാം. ചെറുതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴവും സേമിയയും കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുത്തതായി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ഈ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു പാലുണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ച് മതി, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അവസാനത്തെ സ്റ്റെപ്പായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതിനായി നമുക്ക് ഒരു പാൻ എടുക്കുക, അതിൽ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക. ഇനി കിസ്മിസും കാഷ്യൂനട്ടും കൂടെ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത കിസ്മിസും കാഷ്യൂനട്ട്സ് എല്ലാം ഈ പുഡിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് ഗാർണിഷായി അതിലെ ഫ്ലേവേഴ്സ് എല്ലാം അതിലേക്ക് ഇറങ്ങി കിട്ടും. അവസാനത്തെ ഈ സ്റ്റെപ്പ് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിലേക്ക് ഇറങ്ങും, ഈ പുഡിങ്ങിലേക്ക് ഇറങ്ങും. പായസമൊക്കെ വെക്കുന്ന സമയത്ത് അവസാനത്തെ സ്റ്റെപ്പായി നമ്മൾ ചെയ്യാറില്ലേ, അതുപോലെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. സോ നമ്മളുടെ ഇന്നത്തെ ചെറിയ ഈസി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പായസം ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുഡിംഗ് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. കാരണം പായസം പോലെ ഇരിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള പുഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഇവിടെ പുഡിംഗ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ. വീട്ടിൽ ആരെങ്കിലും പുതിയ ഗസ്റ്റോ പെട്ടെന്ന് ഉണ്ടാക്കണം ഒരു പുഡിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. മറക്കാതെ സബ്സ്ക്രൈബ്.